Hello everyone, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം അഹമ്മദ്. സോ ഇന്ന് നമ്മൾ കേരള +2 സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസിനായിട്ട് മാത്സ് എന്ന ചാപ്റ്റർ, മാത്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, ഇനി മാത്സ് ആണ് അല്ലേ. സോ അതിനു വേണ്ടി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനൊക്കെ ഒരു റിവിഷൻ ബൂസ്റ്ററാണ് നിങ്ങൾക്ക് തരുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കാൽക്കുലസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. കാൽക്കുലസ് ആണ് വൺ ഓഫ് ദി കാൽക്കുലസിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റേജ് ഇല്ല ഒരു പാർട്ട്. അതിൽ തന്നെ എന്താണ് ഇന്റഗ്രൽസും അതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിലെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് f be a function from R to R be defined from f of x is equal to kx plus 1 if x less than or equal to pi and cos x if x greater than pi. For what values of k is function continuous? That is the first part. Then B question is find f dash of 2. Okay, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിരിക്കണേ എന്താണ്, ഇറ്റ് ഈസ് ആർ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. അതിന്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ച് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു പൈ എക്സ്, പൈയുടെ കുറവോ അതോ ഈക്വൽ ആണെങ്കിൽ എന്താണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കെ എക്സ് പ്ലസ് 1 എന്നായിട്ടാണ്. അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പൈ ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോസ് എക്സ് ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് എന്താണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെ ന്റെ വാല്യൂ എന്താണ്, അതാണ് പാർട്ട്. പിന്നെ എന്താണ് വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് 2 എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാം. സോ ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 എന്താണ് ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആൻഡ് കോസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഫസ്റ്റത്തെ പാർട്ട് എ ക്വസ്റ്റ്യൻ എന്താണ് ഇതിൽ പറയുന്നത്, നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെന്റെ വാല്യൂ എന്താണ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അവിടെ എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്, കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടുത്തെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, ആൻഡ് ഈ ലിമിറ്റും അതേപോലെ ഈ ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആണ്. ഓക്കെ, ആ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണം, ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, ആൻഡ് ഇത് രണ്ടും ഈക്വൽ ആണ്. എന്നാൽ മാത്രമേ എന്താണ് നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അങ്ങനെ ആയാൽ മാത്രമേ എന്താണ് അവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫംഗ്ഷൻ അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഫംഗ്ഷൻ എടുക്കുന്നത് അവിടെ ആ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഫംഗ്ഷൻ അറ്റ് പോയിന്റ് കിട്ടും. അപ്പൊ അത് ഈക്വൽ ആണ് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടിന്യൂസ് ആണ് ഇവിടെ ഓൾറെഡി പറഞ്ഞിരിക്കണം. സോ കണ്ടിന്യൂസ് ആണ് ഓൾറെഡി പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ അത് അസ്യൂം ചെയ്യണത് കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് പോയിന്റ്. നമ്മളുടെ പോയിന്റ് ഏതാണ്, പൈ ആണ് പോയിന്റ്. ഓക്കെ, നമ്മളുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പൊ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പൈ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു വാല്യൂവിൽ എന്താണ് കെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ but f is continuous at x equal to pi. Okay, അങ്ങനെയാണെങ്കിൽ that implies that LHL left hand limit is equal to right hand limit is equal to f of pi. Okay, f of pi. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതാൻ പറ്റി, നമ്മളെങ്ങനെയാണ് ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യുക, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എന്താണ് പൈ മൈനസ്, ഇവിടുത്തെ പോയിന്റ് പൈ മൈനസ് ആയിട്ട് പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ. ഇനി നമുക്ക് എന്താ ഫസ്റ്റ് നമുക്ക് ലിമിറ്റ് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ കണ്ടുപിടിക്കാം. So LHL at x equal to pi എന്തായിരിക്കും is equal to limit x tends to pi minus f of x എന്നാണ്. x tends to pi minus പറഞ്ഞാൽ x less than pi എന്നാണ് ഉദ്ദേശിക്കുന്നത്. x less than pi ന്റെ കേസിൽ എന്താണ് ഫംഗ്ഷൻ k x plus 1 എന്നാണ്. സോ
ഇത് നമുക്ക് എന്താണ്, നമുക്ക് എക്സ് ടെൻസ് ടു പൈ നമുക്കറിയാം, നമുക്ക് ലിമിറ്റ് ഡിനോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എച്ച് ടെൻസ് ടു 0 ടേംസിൽ എഴുതാറോ. എച്ച് ടെൻസ് ടു 0 ടേംസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സ് ടെൻസ് ടു പൈ എച്ച് ടെൻസ് ടു 0 എഴുതുകയാണെങ്കിൽ എഫ് ബിക്കംസ് എന്താണ് പൈ മൈനസ് എച്ച് എന്നുള്ളത് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്താ ഇതിങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താണ് കെ എക്സ് പ്ലസ് 1 ആണ്. അപ്പം കെ ഇൻറ്റു എന്താണ് പൈ മൈനസ് എച്ച് പ്ലസ് 1 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, കെ ഇൻറ്റു നമ്മൾ എച്ചിനെ 0 കൊടുക്കുകയാണ്. സോ കെ ഇൻറ്റു പൈ മൈനസ് 0 പ്ലസ് 1 എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു കെ പൈ പ്ലസ് 1 എന്ന് വരും. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എക്സ് ഈക്വൽ ടു പൈ കിട്ടിയത് കെ പൈ പ്ലസ് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. So right hand limit at x equal to അല്ലെങ്കിൽ at x tends to pi, at x equal to അല്ല at x tends to pi ഇതാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ലിമിറ്റ് x tends to pi പ്ലസ് f of x is equal to എന്താണ് നമുക്കറിയാം h tends to 0 കൊടുക്കുകയാണെങ്കിൽ f of pi plus h എന്ന് എഴുതാൻ പറ്റും. ഇനി x greater than pi ന്റെ കേസിൽ ഫംഗ്ഷൻ എന്താണ് cos x ആണ്. f of x is equal to cos x എന്നാണ്. സോ this will be equal to limit h tends to 0 f of x cos x ആണെങ്കിൽ f of pi plus h എന്തായിരിക്കും cos of pi plus h അല്ലേ, cos of pi plus h. ഇനി എന്താ h നേരെ വാല്യൂ കൊടുക്കുക. സോ cos of pi plus 0 എന്ന് വരും, which is equal to എന്താ cos pi which is equal to minus 1. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആവണ്ടേ, ശരിയാണ് അല്ലെ. അപ്പൊ സിൻസ് LHL equal to RHL, that implies എന്താണ് നമുക്ക് LHL കിട്ടിയത്, അത് ഈക്വൽ ടു RHL. സോ കെ പൈ പ്ലസ് 1 is equal to minus 2 എന്ന് എഴുതാൻ പറ്റും. that gives എന്താണ് കെ പൈ ഇസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 1 1 പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1 ആവും. സോ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 എന്ന് വന്നു വരും. therefore എന്താണ് കെ എന്താ വരിക, കെ ഇസ് ഈക്വൽ ടു മൈനസ് 2 ബൈ പൈ എന്ന് വരും. ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് കെ. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് കെന്റെ വാല്യൂ മൈനസ് 2 ബൈ പൈ എന്നായിരിക്കും. ഓക്കെ, ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻ. സോ പാർട്ട് ബി ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് 2 എന്നാണ് പറഞ്ഞു ചോദിച്ചത് അല്ലെ. ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് 2. സോ ഈ 2 എന്ന് പറയുന്നത് എന്താണ് പൈനെക്കാട്ടും ചെറിയ വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും സിൻസ് 2 is less than pi. അപ്പം പൈനെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഏതാണ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കെ എക്സ് പ്ലസ് 1 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കെ എക്സ് പ്ലസ് 1. ഇനി എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കെ എക്സ് പറഞ്ഞാൽ കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് 1 ആണ്. സോ കെ പ്ലസ് 0 എന്നാണ് വരിക. സോ കെ എഫ് ഡാഷ് ഓഫ് എക്സ് കെ വരും. കെ എന്താണെന്ന് നമുക്കറിയാം. സോ ദെയർഫോർ നമുക്ക് പറയാൻ പറ്റും എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, സോറി എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2 ബൈ പൈ. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നതോ നമുക്ക് അവിടെ ഒരു വേരിയബിൾ ഉണ്ടോ ഇല്ല, മൈനസ് 2 ബൈ പൈ ആണ്. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. സോ എഫ് ഡാഷ് ഓഫ് 2 എന്തായിരിക്കും മൈനസ് 2 ബൈ പൈ ആണ്, മാറ്റമില്ല. കെ തന്നെയാണ് നമ്മളുടെ വാല്യൂ കിട്ടിയത്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയാൽ അതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണ്. That means that limit exists and ലിമിറ്റിന്റെ എന്താണ് വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂവിന് അറ്റ് ദാറ്റ് പോയിന്റ് ഈക്വൽ ആയാൽ മാത്രമേ എന്താണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഫസ്റ്റ് വൺ, part A, if x equal to ct and y is equal to c by t, then find d square y by dx square. Okay, then B another find dy by dx of the following: x to the power 1 by 3 plus y to the power 1 by 3 equal to a to the power 1 by 3. And the second part of that question is y is equal to sin x to the power x, sin x to the power cos x. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് A പാർട്ട് നോക്കാം. So x equal to ct എന്ന് തന്നിട്ടുണ്ട്, y is equal to minus c by t എന്ന് തന്നിട്ടുണ്ട്. Okay, x is equal to ct and y is equal to c by t എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടത്, d square y by dx square.
പക്ഷെ ടീന്റെ ടേംസിലാണ് എന്ത് എക്സും വൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തത് പാരാമെട്രിക് ഫോം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുക, ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് പറയാം, ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇസ് ഈക്വൽ ടു എന്താണ് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ട, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്, ഡബിൾ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എങ്ങനെ എഴുതുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. ഓക്കെ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ്, അത് ഇങ്ങനെ നമ്മൾ എഴുതുക ഇൻ ടേംസ് ഓഫ് ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ചെയ്യും ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എഴുതും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി ടി ആണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഡി ബൈ ഡി ടി വെച്ചാണ് നമുക്ക് കണ്ടുപിടിക്കണം ടീന്റെ ബേസിലാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് ഇത് രണ്ടും ക്യാൻസൽ ആവും ആൻഡ് ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ തന്നെ കിട്ടുന്നുണ്ട്. സോ അപ്പൊ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡി വൈ ബൈ ഡി ടി എന്താണെന്നും ഡി എക്സ് ബൈ ഡി ടി എന്താണെന്നും കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ സി ബൈ ടി ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്തായിരിക്കും, സി ഇൻറ്റു ഡി ടി ബൈ ഡി ടി. സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സി. ഇനി വൈയോ ഡി വൈ ബൈ ഡി ടിയോ ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സി ബൈ ടി ആണ്. സോ സി ഇൻറ്റു ടി ടു ദ പവർ മൈനസ് 1. നമുക്കറിയാം പവർ റൂൾ ഇൻ ഡിഫറൻസിയേഷൻ എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ടു ദ പവർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് ടു ദ പവർ എൻ മൈനസ് 1 എന്നാണ്. ഓക്കെ, എൻ ഇൻറ്റു എക്സ് ടു ദ പവർ എൻ മൈനസ് 1 എന്നാണ്. സോ ആ ഒരു പവർ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് നമ്മൾ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ അപ്പൊ ടി ടു ദ പവർ മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് 1 ഇൻറ്റു ടി ടു ദ പവർ മൈനസ് 1 ടി ടു ദ പവർ മൈനസ് 2. സോ മൈനസ് സി ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഞാനത് ഒന്നുകൂടി എഴുതാം. സോ ടി ബൈ ടി ടു ദ പവർ മൈനസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ ടി ടു ദ പവർ മൈനസ് 2. സോ മൈനസ് സി ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെയാണ് എഴുതാം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നൗ അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സും കിട്ടി, ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി, ഡി വൈ ബൈ ഡി ടിയും കിട്ടി. സോ നൗ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞത് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. സോ ദാറ്റ് ഇസ് ഈക്വൽ ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സി ബൈ ടി സ്ക്വയറും ഡി എക്സ് ബൈ ഡി ടി പറഞ്ഞാൽ സിയും ആണ്. സോ സിയും ക്യാൻസൽ ആവും. സോ എന്താണ് കിട്ടുക, മൈനസ് 1 ബൈ ടി സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് 1 ബൈ ടി സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ദി ആൻസർ ഫോർ എന്താണ് ഡി വൈ ബൈ ഡി എക്സ്. പക്ഷേ അതാണ് വേണ്ടത്, നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ 1 ബൈ ടി സ്ക്വയർ എന്നാണ്. ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആണ് ഡി എക്സ് ബൈ ഡി ടിന്റെ റെസിപ്രോക്കൽ. ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി സി ആണെങ്കിൽ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 over c അല്ലെങ്കിൽ 1 by c എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇതിനെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ടി ടു ദ പവർ മൈനസ് 2 എന്ന് എഴുതാം ഇൻറ്റു 1 by c. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by c ഇൻറ്റു എന്ത് വരും, മൈനസ് ഓഫ് മൈനസ് ടി മൈനസ് ഓഫ് മൈനസ് അവിടെ ഇവിടെ നിന്നോട്ടെ, ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ മൈനസ് 1 by c ഇൻറ്റു എന്ത് വരും, മൈനസ് 2 ഇൻറ്റു ടി ടു ദ പവർ മൈനസ് 2 മൈനസ് 1. സോ ദെയർഫോർ എന്താണ് ഡി സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, ഈ മൈനസ് മൈനസ് പോവും,
അപ്പോൾ ഇത് t to the power -3 ആവും. അതുപോലെ താഴത്തെ പോകുമ്പോൾ t cube ആവും. സോ 2/ct cube എന്ന് വരും. എന്താണ് 2 divided by ct cube എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ അതായിരിക്കും ആൻസർ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നതിൽ ഈ ഒരു ഇക്വേഷൻ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ എങ്ങനെയാണെന്നുള്ള ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ബിയിലെ ഫൈൻഡ് dy dx ഓഫ് ദ ഫോളോയിങ്. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് x to the power 1/3 plus y to the power 1/3 is equal to a to the power 1/3. ഇവിടെ എന്താണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് നമ്മുടെ dy by dx ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ പോകുന്നത് എല്ലാതും ഒപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇംപ്ലിസിറ്റ് ആയി ഡിഫറൻസിയേഷൻ ചെയ്യുന്നതാണ് ഇതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, differentiating both sides with respect to x. അപ്പോൾ എന്ത് വരും? x to the power 1/3 പറഞ്ഞാൽ 1/3 into x to the power 1/3 minus 1 എന്ന് വരും. പ്ലസ് y to the power 1/3 പറഞ്ഞാൽ 1/3 into y to the power 1/3 minus 1. ഇനി ഇവിടെ കാര്യം ആലോചിക്കേണ്ടത് വെച്ചാൽ ഇവിടെ എന്താണ് dx d to the power x by x എന്നുണ്ട് അല്ലേ? പക്ഷെ ഞാനത് എഴുതാത്തത് എന്താണ്? അത് 1 ആണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. പക്ഷെ ഞാൻ ഇവിടെ എഴുതാം. ഇനി ഞാൻ എഴുതില്ല. പക്ഷെ എന്താണ് ഇവിടെ ഇതും കൂടി ഉണ്ട്. അപ്പോൾ d to the power x by 1 ഇതെന്താണ് 1 ആയി പോകും. അതുകൊണ്ടാണ് അത് എനിക്ക് ഇതിലും എഴുതാത്തത്. പക്ഷെ ഇവിടെ പിന്നെ dy by dx is equal to a to the power 0 എന്നാണ്. a to the power 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഓക്കെ, a to the power 1/3 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഓക്കെ, y x മാത്രമേ ഇവിടുത്തെ ഫംഗ്ഷൻ ബേസ് ചെയ്ത് കണ്ടുള്ളൂ. a എന്ന് പറഞ്ഞിടത്ത് കോൺസ്റ്റന്റ് ആണ്. സോ d by dx ഓഫ് a to the power 1/3 പറഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടും? 1/3. ഇവിടെ എന്ത് വരും? x to the power -2/3 എന്ന് വരും. പ്ലസ് ഇത് 1 d by dx ഓഫ് x എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. സോ 1/3 ഇവിടെയും എന്താണ് y to the power -2/3. പക്ഷെ ഇവിടെ dy by dx എന്നുണ്ടാവും is equal to 0 എന്ന് വരും. ഇനി ഞാൻ ഇതിനെ ഈ ഒരു പാർട്ടിനെ നമുക്ക് dy by dx ആണ് കണ്ടിരിക്കണം. സോ ഈ ഒരു ഭാഗത്തിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. സോ ദിസ് വിൽ ബിക്കം എന്താണ് 1/3 y to the power -2/3 dy by dx is equal to -1/3 x to the power -2/3. അപ്പോൾ ഈ 1/3 ക്യാൻസൽ ആകാൻ പറ്റും. ആൻഡ് ഈ y to the power -2/3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? dy by dx is equal to എന്താണ് -x to the power 2/3 by y into -to the power 2/3. ഇനി നമുക്ക് എന്താണ് ഈ ഇത് രണ്ടും കോമൺ അല്ലേ? സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? മൈനസ് പുറത്തേക്ക് ഇടാം. x by y -2/3. therefore we can say ഇതിന് നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ എന്താണ്? ആ -2/3 പോയി 2/3 എന്നാവും. അതാണ് സംഭവിക്കുക. സോ therefore we can write എന്താണ് dy by dx is equal to എന്താണ് y by x minus y by x to the power 2/3 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ -2/3 to the power -y by x to the power 2/3 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണ്? ഇനി നമുക്ക് let's move on to the part 2 of that question. That is y is equal to sin x to the power x to the power cos x ആണ്. Okay. സോ ബി പാർട്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് y is equal to sin x to the power cos x എന്നാണ്. ഓക്കെ, sin x to the power cos x എന്നാണ്. സോ ഇനി നമ്മൾ ഇവിടെ എന്താണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഇതാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ അപ്പോൾ അവിടെ ലോഗ് എടുക്കും. ഓക്കെ, ടേക്കിംഗ് നാച്ചുറൽ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം ടേക്കിംഗ്
natural log on both sides. Natural log on both sides. അപ്പോൾ എന്ത് വരും? ln y is equal to എന്താണ്? ln of sin x cos x. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് which is എന്താണ്? ln of a to the power b is equal to b into ln of a എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ln of sin x into cos x എന്താ? cos x into ln of sin x എന്ന് എഴുതി കൂടെ? അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ln y is equal to എന്താണ്? cos x into ln of sin x. നാച്ചുറൽ ലോഗരിതത്തിനാണ് നമ്മൾ ln ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു x. അപ്പം differentiate with respect to x. അപ്പോൾ എന്തൊരു ln y എന്താണ്? ln x ന്റെ നമ്മൾ ഡിഫറൻഷിയേഷൻ പറഞ്ഞാൽ 1/x ആണ്. സോ ln y എന്തായിരിക്കും? 1/y into dy by dx എന്ന് വരും. ആൻഡ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്നൊരു cos x ഉം ഒന്ന് ln of sin x അല്ലേ, log sin x ഉം. അപ്പോൾ log sin x ഇവിടെ നാച്ചുറൽ ലോഗ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പം log sin x ഉം cos x ഉം. സോ cos x ന്റെ അപ്പോൾ നമുക്ക് അവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഡിഫറൻഷിയേഷനിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാൻ മറക്കരുത്. സോ cos x into ln d by dx of ln sin x plus d by dx of cos x into ln of sin x എന്ന് വരും. സോ അങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുക സോ ഇവിടെ 1/dy by dx അങ്ങനെ തന്നെ എഴുതും. സോ 1/dy by dx is equal to എന്ത് വരും? ഇവിടെ cos x into പിന്നെ d by dx of ln sin x പറഞ്ഞാൽ d by dx of ln x എന്ന് പറയുമ്പോൾ 1/x. അപ്പോൾ 1/sin x എന്ന് വരും. പിന്നെ ചെയിൻ റൂൾ പ്രകാരം നമ്മൾ sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബിക്കം d by dx of sin x എന്ന് പറഞ്ഞാൽ cos x എന്നാണ്. പ്ലസ് എന്ത് വരും? പിന്നെ d by dx of cos x. cos x എന്താണ്? മൈനസ് sin x അല്ലേ, മൈനസ് sin x into ln of sin x എന്ന് വരും. ശരിയല്ലേ? സോ ഇവിടെ എന്ത് വരും? cos by sin cot എഴുതാൻ പറ്റും, cos x into cot x എന്ന് എഴുതാം. സോ therefore dy by dx is equal to നമുക്ക് എഴുതാൻ പറ്റുക y into ഇവിടെ എന്ത് വരും? cos x cot x minus sin x into ln of sin x. ഇനി എന്താണ്? y നെ തിരിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? y is equal to sin x into the power cos x ആണ്. So therefore dy by dx is equal to sin x to the power cos x into cos x cot x minus sin x into ln of sin x. ഇതാണ് നമുക്ക് ആൻസർ വരിക. ഇതാണ് നമുക്ക് ആൻസർ വരിക. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നാച്ചുറൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ ചെയ്ത മെത്തേഡ്. അപ്പം അവിടെ എന്താണ്? നമ്മൾ നാച്ചുറൽ ലോഗ് ബോത്ത് സൈഡ്സ് എടുക്കും. അപ്പം നമുക്ക് എന്താണ്? ഈ പവറിനെ നമുക്ക് എന്താണ്? ഒരു പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ അവിടെ ലോഗ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. Now let's move on to the next question. If sin x plus cos y is equal to xy, find dy by dx എന്ന്. Part 2, x is equal to a cos cube t, y is equal to a sin cube t, find dy by dx. Then third part ആയിട്ട് if y is equal to sin inverse of x square, then show that 1 minus x square into d square y by dx square minus x into dy by dx is equal to 2 എന്നാണ്. Okay, so part 1 നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. So part 1, തന്നിരിക്കുന്ന ഫംഗ്ഷൻ sin x plus
cos y is equal to xy. അപ്പോൾ എന്താണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, എല്ലാതും കൂടി കൂടിയാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നും കാര്യമില്ല, എക്സ് വൈ ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ ചെയ്യണം. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് മൈനസ് കോസ് വൈന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണ്, ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും അല്ലെ, ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അപ്പം എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് അല്ലെ ഡി എക്സ് ബൈ ഡി എക്സ് 1 ഇൻറ്റു വൈ എന്ന് വരും. സോ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ എന്നാണ് ആ ഭാഗത്ത് വരിക. ഇനി എന്താ നമ്മൾ ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സിനൊക്കെ ഒരു സൈഡിലേക്കും മറ്റതിനൊക്കെ വേറൊരു സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പൊ ഞാൻ ഇത് മൈനസ് സൈൻ വൈ ആയതുകൊണ്ട് ഇതിനെ ഞാൻ എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ വൈനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എന്താണ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് കോസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും, dy by dx of dy actually കോമൺ ആയിരിക്കും ആൻഡ് x plus sin y എന്ന് വരും. ഓക്കെ, x plus sin y എന്ന് വരും. Therefore dy by dx can be written as എന്താണ്, cos x minus y divided by x plus sin y എന്നാണ് നിങ്ങൾക്ക് dy by dx കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്യാം. നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ, x is equal to a cos cube t and y is equal to a sin cube t, find dy by dx എന്നാണ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ അല്ലേ. സോ പാർട്ട് 2 എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, എക്സ് തന്നിരിക്കുന്നത് a cos cube t and y തന്നിരിക്കുന്നത് a sin cube t. അപ്പോൾ നമുക്ക് ടീന്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അതിനെ പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാം. സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഒരു ഇതാണ് കോൺസ്റ്റന്റ്, അപ്പോൾ എ അവിടെ നിൽക്കും. കോസ് ക്യൂബ് ടീന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ എന്താണ് 3 ഇൻറ്റു കോസ് സ്ക്വയർ ടി അല്ലെ, ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി അല്ലെ. നമുക്ക് ചെയിൻ റൂൾ ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കോസ് ക്യൂബ് ടീനെ ആസ് എ ഹോൾ ചെയ്യും, പിന്നെ കോസ് ടീനെ മാത്രം ചെയ്യും. ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി എന്താണ്, മൈനസ് സൈൻ ടി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 3a കോസ് സ്ക്വയർ ടി സൈൻ ടി എന്ന് വരും. ഇതേപോലെ ഡി വൈ ബൈ ഡി ടിയോ, ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് വരും, 3a സൈൻ ക്യൂബ് ടീന്റെ ഡെറിവേറ്റീവ് സൈൻ സ്ക്വയർ ടി, സൈൻ ടീന്റെ ഡെറിവേറ്റീവ് കോസ് ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു 3a സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി എന്ന് വരും. ഓക്കെ, 3a സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നൗ വി ക്യാൻ സേ എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മൾ പറഞ്ഞു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ ഡി വൈ ബൈ ഡി ടി എന്താണ്, 3a സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് 3a കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി. സോ ഇവിടുന്ന് ഒരു സ്ക്വയർ സൈൻ ടി പോകും, ഇവിടുന്ന് ഒരു കോസ് ടി പോകും, 3a ക്യാൻസൽ ആകാൻ പറ്റും. അപ്പൊ എന്ത് വരും, മൈനസ് സൈൻ ടി ബൈ കോസ് ടി എന്ന് വരും അല്ലേ. സോ therefore dy by dx എന്ന് വരും അവിടെ, dy by dx is equal to minus tan of t. This will be the answer. Okay, ഇനി പാർട്ട് 3 എന്തായിരുന്നു, if y is equal to sin inverse x whole square then show that the identity. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം നോക്കുക. നമുക്ക് എന്താണ്, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, അതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷേ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താണ്
ലൈക്ക് നമ്മൾ ആ ഒരു തന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ കിട്ടിയ ഫംഗ്ഷൻ നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ലൈക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് കിട്ടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്താണ് നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്താണ്, നമ്മൾ d²y/dx² കണ്ടുപിടിക്കുക, സോറി dy/dx കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ d²y/dx² കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ട് =2 ആണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് dy/dx കിട്ടിയിട്ട് പിന്നെ d²y/dx² കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഈ ഒരു ഫംഗ്ഷൻക്ക് എത്തുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടി ടൈം എന്താണ് സേവിങ് മെത്തേഡ്. മറ്റേ ടൈം കൺസ്യൂമിംഗ് ആണ് dy/dx കണ്ടുപിടിക്കണം, അതിന് d²y/dx കണ്ടുപിടിക്കണം, പിന്നെ അതിൽ ഇട്ടുകൊണ്ട് അത് ഫൈനലൈസ് ലൈക്ക് എന്താണ് സിംപ്ലിഫൈ ചെയ്താണ് 2 എന്ന് എത്തിക്കണം. അതിലേറെ നല്ലത് എന്താണ് d²y/dx² കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ എന്താണ് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ആൻസർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, ട്രൈ ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ട് 3 എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് y = ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ sin−1x² എന്നാണ്. ഓക്കെ, sin−1x². ഇനി ഡിഫറൻഷിയേറ്റ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് dy/dx കണ്ടുപിടിക്കണ്ടേ. സോ dy/dx = എന്ത് വരും, ഫസ്റ്റ് എന്താണ് ഇപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് sin−1x², അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് അതിന്റെ എന്തെങ്കിലും 2x ആണല്ലേ, x² ഡെറിവേറ്റീവ് 2x ആണ്, sin−1x² എന്താണ് 2 sin−1x. ഇനി എന്താണ് d/dx of sin−1x ചെയിൻ റൂൾ വെച്ചിട്ടുണ്ട്. ഇനി sin−1x അതിനുള്ളിൽ എന്താണുള്ളത് അതിന്റെ ഡെറിവേറ്റീവ്. d/dx of sin−1x എന്ന് പറഞ്ഞാൽ എന്താണ് 1/√1 - x². ഇതാണ് നമുക്ക് കിട്ടുക. ഇതിൽ ചിലവരെന്താണ് ഞാൻ പറഞ്ഞു ഇത് നേരെ പിന്നെ ഡെറിവേറ്റീവ്. അതിന്റെ മുന്നേ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ, സോ ദിസ് വുഡ് ബിക്കം എന്താണ് √1 - x² dy/dx = എന്താണ് 2 sin−1x. അപ്പൊ ഇവിടെ നമുക്കൊരു ഒരു സിമിലാരിറ്റി കാണാൻ കഴിയും. ഇവിടെ എന്താണ് ഈ ഒരു ഫംഗ്ഷനിലും 1 - x² ഉണ്ട്. പക്ഷെ ഇവിടെ മറ്റൊടത്ത് നമുക്ക് കിട്ടിയത് എന്താണ് √1 - x² ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്തെടുക്കാം. ഓക്കെ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പൊ എന്ത് വരും, √1 - x² എന്നാൽ 1 - x² ഉണ്ടാവും. അപ്പൊ എന്താണ് dy/dx (2) മൈനസ് ഇവിടെ എന്ത് വരും 4 sin−1x (2). ഈ sin−1x (2) എന്താണ് നമ്മളെ y അല്ലേ, സോ ദിസ് ക്യാൻ ബി റിട്ടൻ ആസ് 4y. ഓക്കെ, ഇനി എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക്. സോ ഡിഫറൻഷിയേറ്റ് with respect to x. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരിക, ഇത് 2 ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ അതിന് 2 ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ dy/dx സ്ക്വയർ തന്നെ 2 × dy/dx അല്ലേ, 2 × dy/dx. പിന്നെ dy/dx ഡെറിവേറ്റീവ് പറഞ്ഞാൽ d²y/dx² എന്ന് വരും. പ്ലസ് എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് 0 - 2x എന്ന് വരും അല്ലേ. = എന്താണ് 4 × y-ന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ dy/dx തന്നെ, മറ്റൊന്നുമില്ല. സോ ഇതൊന്നും നമ്മളൊന്നും കൂടി എഴുതുമ്പോൾ ഇനി ഞാൻ ഇവിടെ ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ dy/dx ഇവിടെ എല്ലായിടത്തും കോമൺ ആണ്. അതേപോലെ ഇവിടെ 2 കോമൺ ആണ് അല്ലേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, and ഇവിടെയും 2 ഉണ്ട്. സോ ഡിവൈഡിങ് by 2 × dy/dx on both sides. എന്താ കിട്ടും നമുക്ക്, ഇവിടെ 2y/dx കിട്ടും, മാറിപ്പോയാൽ 1 കിട്ടും. നമുക്ക് നോക്കാം, ഇവിടെ ഇത് ക്യാൻസൽ ആവും, ഇവിടെ ഇതും ക്യാൻസൽ ആവും, ഇവിടെ ഒരു -dy/dx ഉണ്ടാവും, പിന്നെ ഒരു എക്സും ബാക്കി ഉണ്ടാവും. സോ -x dy/dx (2) ഉണ്ടാവും, സോറി dy/dx ഉണ്ടാവും, ഒരു dy/dx പോകും അവിടുന്ന്. ഓക്കെ, സോ
അപ്പോൾ എന്തൊരു 1 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ ബാക്കി ഉണ്ടാവുക ടി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്താ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ശരിയല്ലേ? സോ അതൊന്നും കൂടിയും നമ്മൾ 4 ആണോ വരിക? അല്ല, 2 ആ വരിക അല്ലേ? കാരണം 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. സോ 2 എന്ന് വരിക. സോ therefore we can write എന്താണ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ എന്നുള്ളത് ഇസ് ഈക്വൽ ടു 2 എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് കിട്ടിയില്ലേ? ഇതാണ് നമ്മളോട് ചോദിച്ചത്, പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചത്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്തു അല്ലേ? നമ്മൾ ചോദിച്ചത് അതാണ്, നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, now let's move on to the next question. Prove that the function f of x is equal to x minus modulus of x is continuous at x equal to 0 in R എന്നാണ് ചോദിച്ചത്. So part 1, നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ f of x is equal to x minus mod x ആണ്. നമുക്ക് കണ്ടിന്യൂറ്റി എവിടെ ചെക്ക് ചെയ്യേണ്ടത്? ഏത് പോയിന്റിലാണ്? x ഈക്വൽ ടു 0യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇത് രണ്ടും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ എന്താണ്? അതിന്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ദി എന്താണ് വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. അത് എല്ലാം ഈക്വൽ ആയാൽ എന്താണ് നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എഴുതാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടെടുക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് is equal to limit x tends to 0 minus എന്ത് വരും? x minus mod x എന്ന് വരും. x tends to 0 minus എന്നാൽ x less than 0. x less than 0 x x തന്നെയാണ്. mod x എന്താണ്? minus x ആണ് അല്ലേ? നമുക്കറിയാം mod x ന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? f of x is equal to എന്താണ് mod x ന്റെ ഡെഫിനിഷൻ? minus x if x less than 0 and x if x greater than 0 അല്ലേ? mod x ന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ x ടെൻസ് ടു 0 മൈനസിന്റെ ആ കേസിൽ ഇവിടെ എങ്ങനെ വരും? ഇറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 x മൈനസ് ഓഫ് മൈനസ് x എന്ന് വരും, which is equal to limit x tends to 0 2x which is equal to 0 കൊടുക്കുകയാണെങ്കിൽ എന്താണ്? 0 എന്ന് കിട്ടും. സോ LHL നിങ്ങൾക്ക് എന്താണ് കിട്ടുക? 0 എന്ന് കിട്ടി. ഇനി RHL at x equal to 0 അല്ലെങ്കിൽ at x equal to 0 ഉണ്ടാവും. at x tends to 0 എന്ന് മതി. ലിമിറ്റ് x tends to 0 plus x minus mod x. അപ്പോൾ അത് x plus x tends to 0 plus എന്ന് പറഞ്ഞാൽ എന്താ? x is greater than 0. x greater than 0 ന്റെ കേസിൽ ലിമിറ്റ് എന്താണ്? mod of x എന്താണ്? x തന്നെയാണ് അല്ലേ? പോസിറ്റീവ് x ആണ്. സോ ദിസ് വുഡ് ബിക്കം ലിമിറ്റ് x tends to 0 എന്ത് വരും? x minus x എന്ന് വരും, which is equal to limit x tends to 0 which is equal to 0. So LHL-ഉം RHL-ഉം 0 ആണെന്ന് പറഞ്ഞു. ഇനി at x equal to 0 ഫംഗ്ഷൻ എന്താ വരിക? at x equal to 0 f of 0 എന്ത് വരും? f of 0 is equal to 0 minus mod 0 which is equal to എന്താ? 0. അപ്പോൾ സിൻസ് നമുക്ക് പറയാൻ പറ്റും LHL equal to RHL equal to f of 0 നമുക്ക് എന്താ പറയാൻ പറ്റും? The function is continuous at x equal to 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, so the function is continuous at x equal to 0. അതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. Clear അല്ലേ? So now let's move on to the next part of the question, that is if x equal to 80 square and y is equal to 280 find d square y by dx square. നമ്മൾ നേരത്തെ ചെയ്ത് നമുക്ക് അറിയാം. അതിന്റെ എന്താണ് ഫോർമുല ഒക്കെ നമുക്ക് അറിയാം, നമുക്ക് നേരെ ചെയ്താൽ മതി അല്ലേ?
അപ്പോൾ തന്നിരിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു AT സ്ക്വയർ എന്നും y ഈസ് ഈക്വൽ ടു 2AT എന്നുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് dx/dt കണ്ടെടുക്കാം. നമുക്ക് കണ്ടെടുക്കേണ്ടത് d സ്ക്വയർ y/dx സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാലേ നമുക്ക് ഡബിൾ ഡെറിവേറ്റീവ് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ dx/dt പറഞ്ഞാൽ എന്തായിരിക്കും 2AT എന്ന് വരും. കാരണം a ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 2t. സോ ഡിവൈഡ് കോമ ആൻഡ് dy/dt എന്ന് വരും. ഇവിടെ 2a ആണ് കോൺസ്റ്റന്റ്, dt/dt 1 എന്ന് വരും. സോ d2a എന്ന് വരും. സോ ദാറ്റ് ഗിവ്സ് എന്താണ് dy/dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു dy/dt/dx/dt. സോ dy/dt എന്ന് പറയുന്നത് (2a divided by 2at) എന്ന് വരും. സോ 2a can be cancelled. ഇതെന്ത് വരും 1/t അല്ലെങ്കിൽ t to the power -1 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് d സ്ക്വയർ y/dx സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം d സ്ക്വയർ y/dx സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? d സ്ക്വയർ y/dx സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് t ന്റെ വെച്ച് കാണാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ മാറ്റം വരുന്നത്. അതാണ് d/dx ഓഫ് dy/dx ഇൻറ്റു dt/dx എന്നാണ് അല്ലേ. dt/dx. സോ dy/dx ഓഫ് എന്ത് വരും? t to the power -1 ഇൻറ്റു dt/dx എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ. സോ ഇറ്റ് വുഡ് ബി 1/2at അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? ഇതെന്ത് വരിക? -1 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന് വരും ഇൻറ്റു 1/2at. സോ therefore d square y/dx square is equal to എന്ത് വരും? -1 divided by 2at cube എന്ന് വരും. ഓക്കെ, അതായിരിക്കും നമ്മളുടെ ആൻസർ വരിക. അതാണ് നമുക്ക് ആൻസർ വരിക. തേർഡ് പാർട്ട് ക്വസ്റ്റൻ എന്താണ്? ഫൈൻഡ് dy/dx where y is equal to x to the power sin x എന്നാണ്. ഓക്കെ, സോ ഫംഗ്ഷൻ y is equal to എന്താണ്? x to the power y sin x. ഇങ്ങനെയൊക്കെ നമുക്ക് തരികയാണെങ്കിൽ ഒരു പവറിൽ വേറെ ഫംഗ്ഷൻ തരുമ്പോൾ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്? ടേക്കിംഗ് natural log on both sides. എന്താണ്? 1 y ln of y is equal to എന്താണ്? ln of x to the power sin x എന്ന് എഴുതും, which is can be written as sin x into ln of x എന്ന് എഴുതാൻ പറ്റും. നമ്മൾ പറഞ്ഞു അല്ലേ, ln of a to the power b is equal to b into ln of a എന്നാണ്. സോ ഇവിടെ നമുക്ക് എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും? ln y ന്റെ ഡിഫറൻസിയേഷൻ പറഞ്ഞാൽ എന്താണ്? 1/y ഇൻറ്റു dy/dx എന്നാണ്. ഓക്കെ, സോ 1/y ഇൻറ്റു dy/dx is equal to ഇതെന്താണ്? രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ, sin x ഉം ln x ഉണ്ട്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ ln x ന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1 + x. പിന്നെ സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് cos x ഇൻറ്റു ln x എന്ന് വരും. സോ therefore എന്താണ്? ഈ y നെ ഇങ്ങോട്ട് ഇട്ടാൽ മതി. സോ ആ y is equal to എന്താണ്? x to the power sin x ആണ്. അത് നേരെ ഇട്ടാൽ മതി. ഓക്കെ, സോ therefore നേരത്തെ ചെയ്ത അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാത്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ dy/dx is equal to എന്ത് വരും? ഈ y നെ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് എഴുതും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ y is equal to എന്താണ്? x to the power sin x into എന്താണ്? sin x by x
പ്ലസ് cos x into ln x. ഇതാണ് നമുക്ക് എന്താണ് ആൻസർ ആയി കിട്ടുക. That will be the answer. Clear അല്ലേ? Okay, now let's move on to the next question. Check the continuity of the function f of x equal to 2x plus 3 at x equal to 1 എന്നാണ് ചോദിച്ചത് അല്ലേ? സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to 2x plus 3 at x equal to 1 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ലിമിറ്റ് ദറ്റ് x tends to 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ലിമിറ്റ് at x tends to 1 f of x is equal to എന്ത് വരും? ലിമിറ്റ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ് ലിമിറ്റ് എന്തായാലും എക്സിസ്റ്റ് ആവും അല്ലേ? നമുക്കറിയാം. സോ 2x plus 3 which is equal to എന്താണ് 2 into 1 plus 3 എന്ന് വരും which is equal to 5. Okay, 2 into 1 plus 3 which is equal to 5 എന്ന് വരും. ഇനി എന്താണ് നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് സി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് ലിമിറ്റ് x tends to c f of x should be equal to at the value of that function at that point ആണ്. സോ ആ ഒരു ഇതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലേ? സോ അത് കിട്ടി. ഇനി എന്താണ് f of 1 എന്താണ് നോക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 plus 3 which is also equal to 5. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എഴുതാൻ പറ്റും സിൻസ് limit x tends to 1 f of x is equal to f of 1. The function is continuous at x equal to 1. At x equal to 1. The function continuous at x equal to 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്താ? ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 5 ആൻഡ് 3x minus 5 എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അതിന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ ആകെ പോയിന്റ് കുറച്ച് വ്യത്യാസമുള്ളൂ, പിന്നെ ഫംഗ്ഷന് കുറച്ച് വ്യത്യാസം ഇല്ല. ദാറ്റ്സ് ഓൾ. സോ ലെറ്റ്സ് ഡു ദി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്താണ് LHL കണ്ടുപിടിക്കുക ആൻഡ് RHL കണ്ടുപിടിക്കുക. ആൻഡ് അതന്നെ LHL RHL ഈക്വൽ ആണോ നോക്കിയാൽ മതി. LHL ഈക്വൽ ആയിരിക്കും ഉറപ്പാണ്, കാരണം ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ LHL എക്സ് ഈക്വൽ ടു 5 RHL അറ്റ് എക്സ് ഈക്വൽ ടു 5 നോക്കുക. എന്താണ് അത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് അതാണ് കെന്റെ വാല്യൂ കിട്ടേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് തന്ന ഫംഗ്ഷൻ നോക്കാം. f of x is equal to എന്താണ് kx plus 1ഉം അതേപോലെ എന്താണ് 3x minus 5 എന്നാണ്. സോ if x less than or equal to 5ഉം അതേപോലെ if x greater than 5 അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സിൻസ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് x equal to 5 എന്താണ് LHL equal to RHL equal to f of 5. So LHL എന്താണ് ലിമിറ്റ് x tends to 5 minus f of x. x less than 5 ലിമിറ്റ് എങ്ങനെയാണ്? ഫംഗ്ഷൻ എത്രയാണ്? എന്താണ് kx plus 1 ആണ്. So this would become limit x tends to 5 എന്താണ് kx plus 1 is equal to എന്ത് വരും 5k plus 1 എന്ന് വരും. സിമിലർലി RHL എന്ത് വരിക? സോ ലിമിറ്റ് x tends to 5 plus f of x is equal to limit x tends to 5 എന്താണ് ഫംഗ്ഷൻ if x greater than 0 ഫംഗ്ഷൻ എന്താണ് 3x minus 5 ആണ്. സോ ദിസ് is equal to 3 into 5 minus 5. സോ 15 minus 5 എന്ന് കിട്ടും which is equal to 10 എന്ന് വരും. ശരിയല്ലേ? 10 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ LHL equal to RHL ആണ്. സോ LHL equal to RHL implies എന്താണ് 5k plus 1
5k plus 1 LHL is equal to 10 എന്നാണ്. So that will give us 5k is equal to എന്താണ് 9 എന്നും therefore k is equal to 5k is equal to 9 എന്നും therefore k is equal to 9/5 എന്നും ആൻസർ കിട്ടും. 9/5 എന്നും ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു പാർട്ട് B ആണെന്ന് ചെയ്തില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x square minus 1 x less than 2 and x square 4 at x less than x equal to 2 and 2x minus 1 x greater than 2. അപ്പോൾ x equal to 2 നമുക്ക് എന്താണ് ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നോക്കേണ്ടത്. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഫസ്റ്റ് നമുക്ക് എഴുതാം. എന്താണ് ഗിവൺ ഫംഗ്ഷൻ is f of x is equal to x square minus 1 if എന്താണ് x less than 2, then 4 if x equal to 2 and 2x minus 1 if x greater than 2. Okay, 2x minus 1 if x greater than 2. അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 2 ഫംഗ്ഷൻ എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 1 എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് 3 എന്നാണ് കിട്ടിയത്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഗ്രേറ്റർ ദാൻ 2 ലിമിറ്റ് എന്താണ്? 2x minus 1 ആണല്ലേ? 2x minus 1 which is equal to എന്താ? 2 into 2 minus 1 which is equal to again 4 minus 1 which is equal to 3. അപ്പോൾ LHL equal to RHL ആണ് അല്ലേ? LHL equal to RHL എന്നാണ് അല്ലേ? That gives എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ്. ബട്ട് നമുക്ക് എന്താ എഫ് ഓഫ് 2 എന്താണ്? അതുകൊണ്ട് കണ്ടുപിടിക്കണം. എന്നാലും അപ്പൊ എഫ് ഓഫ് 2 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 4. ഇത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, സോ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. അപ്പൊ നമുക്കെന്ത് പറയാൻ പറ്റും? ദ ഫംഗ്ഷൻ ഇസ് here അപ്പം hence the function is not continuous അല്ലെങ്കിൽ discontinuous അല്ലേ? discontinuous at x equal to 2. at x equal to എന്താണ്? ഫംഗ്ഷൻ discontinuous ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്ത് നമ്മളൊരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നോക്കുക. ഓക്കെ, എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയാം. പക്ഷേ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിർത്താം. കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് എന്താണ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഒന്നും നോക്കണ്ട. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ഈക്വൽ ടു 3 ആണ്. പിന്നെ നമ്മൾ എന്താ വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ എഫ് ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചു, അത് 4 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് 2 അറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു 4 എന്നാണ്. പക്ഷെ എന്താണ് ഇതും ലിമിറ്റിന്റെ വാല്യൂവും അതേപോലെ ഫംഗ്ഷന്റെ പോയിന്റിലെ വാല്യൂ ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് function is discontinuous at x equal to 2 എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? Okay, now let's move on to the next question. Find dy by dx of the following. Y is equal to root of sin x. X is equal to a into t minus sin t, and y is equal to a into 1 plus cos t, and y is equal to x to the power x. So first part നമുക്ക് നോക്കാം. So first എന്താണ്? y is equal to റൂട്ട് ഓഫ് സൈൻ എക്സ് എന്നാണ്. അപ്പം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആവാൻ ചെയ്യാൻ എന്താക്കുന്നത് വെച്ചാൽ ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടത്. ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടത്. സോ ഡി വൈ ബൈ ഡി എക്സ് ആഡ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റിംഗ്
with respect to x. അപ്പോൾ എന്ത് വരും? dy by dx is equal to root of x നെ 1/2 root x എഴുതാം. അപ്പോൾ root of sin x നെ 1/2 root of sin x എഴുതി. d by dx of sin x എന്താണ്? cos x into d by dx of എന്താണോ അതിൻ്റെ ഉള്ളിലുള്ളത് അതാണ്. അപ്പോൾ d by dx of sin x ആണ് cos x. So this can be written as എന്താ? Therefore dy by dx is equal to എന്താണ്? cos x divided by 2 root sin x എന്ന് വരും. അതാണ് എന്ത്? ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ഓക്കെ, ഇനി എന്താ സെക്കൻഡ് പാർട്ട്? x is equal to a into t minus sin t, y is equal to a into 1 plus cos t. അതിന്റെ dy by dx കണ്ടുപിടിക്കുന്നത്. So second part, x is equal to a into t minus sin t, y is equal to a into 1 plus cos t അല്ലേ? സോ നമുക്ക് എന്താ? dx by dt ഫസ്റ്റ് കണ്ടുപിടിക്കാം. സോ നമുക്ക് എന്താ? dy by dt അല്ലേ? dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്. സോ dx by dt, dy by dt കണ്ടുപിടിക്കാം, dy by dx കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ dx by dt എന്ത് വരും? a into 1 minus cos t എന്ന് വരും അല്ലേ? dt by dt 1, d by dt of sin t പറഞ്ഞാൽ cos t മൈനസ് cos t എന്ന് വരും. അതേപോലെ dy by dt dy by dt is equal to എന്ത് വരും? a into 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, പിന്നെ കോസിന്റെ മൈനസ് സൈൻ ആണ് അല്ലേ? മൈനസ് സൈൻ ആണ്. സോ ദിസ് വുഡ് ബി ഈക്വൽ ടു എന്താണ്? മൈനസ് a sin t. ഇനി dy by dx എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം dy by dt ഡിവൈഡഡ് ബൈ dy dx by dt എന്നാണ്. സോ dy by dt എന്ന് പറയുന്നത് മൈനസ് a sin t ആൻഡ് dx by dt എന്ന് പറഞ്ഞാൽ എന്താണ്? a into 1 minus cos t. So a can be cancelled. So this would become minus sin t divided by 1 minus cos t. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഭംഗിയിൽ എഴുതാം. നമുക്കറിയാം sin 2x എന്നാൽ 2 sin x cos x ആണ്. അപ്പോൾ sin x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin x cos x, 2 sin x by 2 into cos x by 2 എന്നാണ്. അപ്പോൾ മൈനസ് sin t എന്ന് വരും 2 sin t by 2 into cos t by 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 minus cos t എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin square t ആണ്. ഓക്കെ, 2 sin square t by 2 എന്നാണ്. അപ്പം എന്തായി? 2 into ക്യാൻസലായി. ഇവിടുന്ന് ഒരു സൈൻ സ്ക്വയർ പോയി, ഇവിടുന്ന് ഒരു sin t by 2, sin t by 2 പോകും. cos t by 2 by sin t by 2 minus cos t by 2 എന്നാണ്. ഓക്കെ, സോ therefore dy by dx എന്ന് വരും. It is equal to minus cot of t by 2 എന്ന് വരും. That will be the answer. Okay. Okay. ഈ തേർഡ് പാർട്ടായിട്ട് വരുന്നത് നമുക്ക് എന്താണ്? y is equal to x of x to the power x എന്നാണ്. അപ്പോൾ എന്താണ് അവിടെ? ലോഗരിഥമിക് ഡിഫറൻസിയേഷൻ. അങ്ങനെയൊക്കെ വന്നാൽ എന്താണ്? നമ്മൾ ലോഗരിഥമിക് ഡിഫറൻസിയേഷൻ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് മറക്കരുത്. So third part, y is equal to x to the power x എന്നാണ്. So taking എന്ത് കിട്ടും? ln y is equal to എന്താണ്? ln of x
x to the power x. So that is equal to x into ln of x എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റിംഗ് with respect to x on both sides. എന്ത് വരും? ln y എന്ന് പറഞ്ഞാൽ 1 by y into dy by dx lx. പിന്നെ ഇതെന്താണ്? ഇത് രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് ഇതാക്കുന്നത്. അവിടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. സോ x into എന്താണ് 1 by x, that is derivative of ln x, and ln x into derivative of x is equal to 1. So that will give us എന്താണ്? ഇത് നമുക്ക് എന്താ കിട്ടുക? ln x plus 1 എന്നാണ് കിട്ടുക. ഇനി എന്താ? dy by dx കണ്ടുപിടിക്കാൻ എന്താ? ഈ y നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. So that is equal to എന്താണ്? ln of x plus 1 എന്ന് വരും. So we can write therefore എന്താണ്? dy by dx എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? y നെ അങ്ങോട്ട് കൊണ്ടുവരണം. ഈ y നെ എപ്പോഴും നമ്മൾ dy by dx ആണ് കണ്ടിരിക്കണമെങ്കിൽ y എന്താണ്? ഇങ്ങോട്ട് പോകണം. y ഇൻറ്റു ഇതാണ് വരിക. y എന്താണ്? y is equal to x to the power x ആണ്. അപ്പോൾ അത് ആദ്യം എഴുതാം. So x to the power x into 1 plus ln of x എന്നാണ് ആൻസർ വരിക. This will be the answer. അതാണ് ആൻസർ കിട്ടുക. അപ്പം നാച്ചുറൽ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അത്യാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the values of a and b if f of x is equal to 5, if x less than equal to 2, x less than or equal to 2, ax plus b if 2 less than x less than 10, and 21 if x greater than or equal to 10. Okay. അപ്പോൾ നമുക്ക് എന്താണ്? എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2ന്റെ അവിടെ കണ്ടിന്യൂ നോക്കുക, എക്സ് അറ്റ് 10 നോക്കുക. ഓക്കെ, നമ്മൾ എയും ബിയും കണ്ടുപിടിക്കാണ്ട് മറ്റു സമയത്ത് നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാന്നുള്ളൂ, കെ കണ്ടുപിടിക്കാണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യമില്ല. ഇവിടെ എയും ബിയും കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? കണ്ടിന്യൂറ്റി 2 ചെക്ക് ചെയ്യണം, അതേപോലെ കണ്ടിന്യൂറ്റി 10 ചെക്ക് ചെയ്യണം. അത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ഈക്വൽ ടു രണ്ട് ഫംഗ്ഷൻ എന്താണ്? ലൈക്ക് ലീനിയർ ഫംഗ്ഷൻ കിട്ടും. ആ ലീനിയർ ഫംഗ്ഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്താണ്? എയും ബിയും കിട്ടും. ഓക്കെ, സോ f of x is equal to the function 5 ax plus b 21. If 5 is if x less than or equal to 2, ax plus b is if 2 less than x less than 10, and 21 is if x greater than or equal to 10. ഇനി ഫസ്റ്റ് കണ്ടിന്യൂറ്റി അറ്റ് എന്താണ്? 2 ആണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ലെസ് ദാൻ 2 എഫ് ഓഫ് എക്സ് എന്താണ് വാല്യൂ? 5 ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെസ് ദാൻ 5 ആണ്. സോ കോൺസ്റ്റന്റ് ലിമിറ്റ് പറഞ്ഞാൽ ലിമിറ്റ് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ ഫംഗ്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് 2 should be equal. So this is equal to the limit x tends to 2 plus or x greater than 2 എന്താണ് സംഭവിക്കുന്നത്? x greater than 2 value of function is ax plus b, which is equal to 2a plus b എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണല്ലേ? സോ that gives that ഇത് രണ്ടും ഈക്വൽ ആണ്. So that gives that 2a plus b is equal to 5. That is equation 1. ഇത് LHL, ഇത് RHL. Okay, this is ഇത് LHL, this is RHL at x equal to at x tends to 2. Okay, അപ്പോൾ അത് ഫസ്റ്റ് ഫംഗ്ഷൻ, അത് ഫസ്റ്റ് ഇക്വേഷൻ. സോ ഇനി നമ്മൾ എന്താണ്? ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 10 നമ്മൾ കണ്ടിന്യൂ ചെക്ക് ചെയ്യണം. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് is equal to limit x to the power x tends to 10 minus f of x എന്ന് വരും. സോ എക്സ് ലെസ് ദാൻ 10 ലിമിറ്റ് എന്താണ്? ax plus b ആണ്. സോ ലിമിറ്റ് x to the power 10 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ax plus b എന്ന് വരും, which is equal to എന്താണ്? 10a plus b എന്ന് വരും. ഓക്കെ, ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റോ limit x to the power 10 plus f of x
is equal to x greater than 10 ലോ x greater than 10 നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 21 എന്നായിട്ടാണ്. സോ this will give us so x to the power 10 21 ഒരു ലിമിറ്റിന്റെ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ തന്നെയാണ് കോൺസ്റ്റന്റ് തന്നെയാണ്. സോ 21 എന്ന് വരും. സോ ഇത് രണ്ടും എന്താണ്, ഇത് ഇവിടുത്തെ LHL ആണ്. ഓക്കെ, ദിസ് ഇസ് ദി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. എവിടെ അറ്റ് x tends to 5. ഓക്കെ, സോറി x tends to 10. 10ലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ x tends to 2 ഒരു വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ എന്താണ് x tends to 10ലും ഇതേപോലത്തെ ഒരു ഇത് കണ്ടുപിടിക്കുന്നു. ഇതെന്താണ് നമ്മൾ പറഞ്ഞു, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. x equal to 10 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ എന്താ LHL should be equal to RHL. അപ്പൊ നമുക്ക് കിട്ടുക ഇവിടെ എന്ത് കിട്ടും, that gives 10a plus b is equal to 21 എന്ന് കിട്ടും. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഇക്വേഷൻ 1 ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടി, 2 ലീനിയർ ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്താൽ എന്താണ് ബി ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എ കിട്ടില്ലേ. സോ എന്താണ് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 gives എന്ത് വരും നമുക്ക്, എന്താണ് 10a minus 2a plus b minus b is equal to 21 minus 5 എന്ന് വരും. സോ 10a minus 2 എന്ന് പറഞ്ഞാൽ 8a, b minus b 0 ആവും, is equal to 16 വരും. സോ a is equal to എന്താ, that gives a is equal to 16 by 8 which is equal to എത്ര ആയിരിക്കും, a is equal to 2 എന്ന് കിട്ടി. ഇനി ആ a is equal to 2 എന്നതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് b കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പുട്ട് a is equal to 2 in 1. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, 2a plus b is equal to 5 എന്നാണ്. സോ എന്ത് വരും, 2 into 2 plus b is equal to 5. So b is equal to 5 minus 4 equal to 1 എന്ന് വരും. So നമുക്ക് എന്താണ്, hence we can say a is equal to 5, sorry a is equal to 2, comma and b is equal to 1 എന്നും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്റെ വാല്യൂ അതേപോലെ ബിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് യൂഷ്വലി ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞത്, നമുക്ക് ഒരു വാല്യൂ കെന്റെ ഒരു വാല്യൂ നമുക്കകത്ത് കണ്ടുപിടിക്കാണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് ഒരു പോയിന്റിലെ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി നമ്മൾ ലൈക്ക് നോക്കും, അവിടെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇവിടെ എന്താണ്, നമുക്ക് 2 പോയിന്റ് ഇന്റർവെൽ എന്താണ്, 3 ഇന്റർവെൽ ഉണ്ട്. അതിൽ തന്നെ എക്സ് ഈക്വൽ ടു 2ലും കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണം ആൻഡ് എക്സ് ഈക്വൽ ടു 10ത്തെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണം. ആ ഒരു സമയത്ത് അത് നമ്മൾ ചെയ്ത് എന്താണ് കണ്ടുപിടിച്ചാൽ എന്താണ് നമുക്ക് വാല്യൂ ഓഫ് എയും വാല്യൂ ഓഫ് ബിയും കിട്ടും. അതെന്താണ് എങ്ങനെ കിട്ടുന്നത്, നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് കിട്ടും. ആ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്താണ് ആ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഫൈൻഡ് dy by dx if 4x minus 5y is equal to sin x എന്നാണ്. സോ നമ്മൾക്ക് തന്നത് എന്താണ്, 4x minus 5y is equal to sin x എന്നാണ്. നമുക്ക് എന്താ ഡിഫറൻഷിയേറ്റിംഗ് with respect to x on both sides. അപ്പോൾ രണ്ട് സൈഡ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരും, നമുക്കിവിടെ d by dx of 4x minus d by dx of 5y is equal to എന്താണ് d by dx of sin x എന്ന് വരും അല്ലേ, ശരിയല്ലേ? അപ്പൊ 4xന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4 into d by dx of x. d by dx of x എന്താണ് 1 ആണ്. സോ 4 എന്ന് വരും അവിടെ. 4 into 1 4. ഇനി ഇവിടെയോ 5y ന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാല് 5 into dy by dx എന്ന് വരും അല്ലേ. 5 into dy by dx is equal to എന്ത് വരും, ഡെറിവേറ്റീവ് ഓഫ് sin x എന്ന് പറയുന്നത് cos x ആണ്. സോ cos x എന്ന് വരും. ഇനി എന്താ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അതാണ് ഈ -5 dy by dx നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ആൻഡ് cos x അങ്ങോട്ടും കൊണ്ടുവരാം. ഓക്കെ, സോ എന്ത് സംഭവിക്കും, നമുക്ക് 5 dy by dx is equal to എന്ത് വരും, 4 minus cos x എന്ന് വരും. Therefore we can say dy by dx is equal to എന്തായിരിക്കും, 4 minus cos x divided by 5. ഇതായിരിക്കും നമുക്ക്
വാല്യൂ ഓഫ് dy by x dx കിട്ടുക. ഓക്കെ, എന്താണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ചെയ്തത് അല്ലെ. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനും നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യുക? എക്സിന്റെയും വൈന്റെയും ടേംസ് നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാതെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. നമ്മൾ മറ്റേത് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് വൈ എന്നതിൽ സെപ്പറേറ്റ് ഔട്ട് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താണ് അത് കമ്പൈൻഡ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the value of the constant k so that the function f defined below is continuous at x equal to 0, where f of x is equal to 1 minus 4x divided by 8x square if x not equal to 0 and k is equal to k if x is equal to 0. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഒരു ഫംഗ്ഷൻ തന്നിട്ട് നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് k ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 0. ആ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 minus cos 4x divided by 8x square if x not equal to 0 and k is equal to x equal to 0. അതെന്താ ഉദ്ദേശിക്കുന്നത്? x ഈക്വൽ ടു 0യിൽ അതിന്റെ വാല്യൂ k ആണ്. ബട്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റിലും അതിന്റെ വാല്യൂ എന്താണ്? 1 മൈനസ് കോസ് 4x ഡിവൈഡ് ബൈ 8x സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ ചെയ്യുന്ന മാതിരി തന്നെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെയാണ്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ പോയിന്റ് ആയാലും റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ പോയിന്റ് ആയാലും എന്താണ് രണ്ടും ഇത് തന്നെയാണ്. അത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം രണ്ടും സെയിം ആയിരിക്കും. സോ ലിമിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക ആൻഡ് ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ എന്തൊക്കെയാണ് അതിന് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് k ന്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ ഗെറ്റ് നമ്മുടെ ഫംഗ്ഷൻ എന്താ ഫസ്റ്റ് എഴുതാം. സോ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ദാറ്റ് ഈസ് 1 മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ 8x സ്ക്വയർ ഡിവൈഡഡ് ബൈ 8x സ്ക്വയർ എന്നും അതെപ്പോഴാണ്? ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് കെ ഇഫ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കെ ആണ്, ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എന്താണ് അതിന്റെ വാല്യൂ അതാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് വിൽ അപ്പൊ എന്താണ് ഇപ്പം ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്നാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് കെ ഇസ് ഈക്വൽ ടു at x equal to 0 എന്നാണ്. at x equal to 0 അങ്ങനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? that gives എന്താണ് limit x tends to 0 f of x will be equal to എന്താണ് f of 0. ഇവിടെ f of 0 എന്താണ്? k ആണ്. ഓക്കെ, and limit x tends to 0 f of x ന് പകരം f of 0 k ആണ്, f of x എന്താണ് 1 minus cos 4x divided by 8x square is equal to k എന്ന് വരും. ഇനി ഇവിടെ 1 മൈനസ് കോസ് 4x എന്താണ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഐഡന്റിറ്റി എന്താണ്? 1 മൈനസ് കോസ് 2x എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2x എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് 4x എന്ത് വരും? 1 മൈനസ് കോസ് 4x എന്നുള്ളത് 2 സൈൻ സ്ക്വയർ 2x എന്ന് വരും. ഓക്കെ, ഇവിടെ ആംഗിൾ ഡബിൾ ആയാൽ ഇവിടെ ആംഗിൾ ഡബിൾ ആവും അല്ലെ. ഇവിടെ 4x ആയി 2x 4x ആയി, അപ്പൊ ഇവിടെ എന്താവും? x ഉള്ളത് 2x ആവും. ദാറ്റ്സ് ഇറ്റ്. സോ 2x എന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് അതായത് അവിടെ മാറ്റുകയാണെങ്കിൽ എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് കോസ് 4x പകരം 2 സൈൻ സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ 8x സ്ക്വയർ എന്ന് പറ്റും. സോ ഈ 2ന്നും 8ന്നും ഒരു 4 ക്യാൻസൽ ആവും. ഇസ് ഈക്വൽ ടു k. ഇനി ഇതിനെ ഞാൻ എഴുതാൻ പോകുന്നത് എങ്ങനെ വെച്ചാൽ ഇനി നമുക്ക് സൈൻ 2x എന്ന് എഴുതാം. ഓക്കെ, സൈൻ 2x ഡിവൈഡഡ് ബൈ 2x ദി ഹോൾ സ്ക്വയർ. ഇതിനെന്തെങ്കിലും എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ, കാരണം ഇതിനിപ്പം നമ്മൾ എന്താണ് ഓപ്പൺ ചെയ്താലും എന്താണ് സൈൻ സ്ക്വയർ 2x ഡിവൈഡ് ബൈ 4x സ്ക്വയർ എന്ന് കിട്ടും. സോ സെയിം തന്നെയല്ലേ, അങ്ങനെ എഴുതി. ഇനി നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ ax ഡിവൈഡഡ് ബൈ ax ഇസ് ഈക്വൽ ടു എന്താണ് 1 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ ax ഡിവൈഡഡ് ബൈ ax ഇസ് ഈക്വൽ ടു 1 എന്നാണ്. സോ ഇത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിമിറ്റ് x ടെൻസ് 0 സൈൻ 2x ബൈ 2x ഇൻറ്റു ലിമിറ്റ് x ടെൻസ് 0 സൈൻ 2x ബൈ 2x. രണ്ടെണ്ണം ആയാലും എന്താണ് അവിടെ 1 × 1 1 തന്നെ വരിക. സോ ഇവിടെ എന്ത് കിട്ടും?
that gives that എന്താണ് that gives that k is equal to 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? thus എന്താണ് f is continuous at k equal to 1. f is continuous at k is equal to 1 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്താണ് നമ്മൾ പറഞ്ഞ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് എക്സ് ഈക്വൽ 0ലും ബാക്കിയുള്ള എല്ലാ പോയിന്റിലും വേറെ. അപ്പോൾ ആ ഒരു പോയിന്റ് ലിമിറ്റ് കണ്ടുപിടിക്കുക, ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ലിമിറ്റ് കണ്ടുപിടിക്കുക, പിന്നെ ആ പോയിന്റിൽ ലിമിറ്റ് ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് വാല്യൂ ഓഫ് k കിട്ടുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Show that the function f of x given by f of x is equal to x into sin 1 by x if x not equal to 0 and 0 if x equal to 0 is continuous at x equal to 0. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ LHL കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ടോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ടോ, അത് രണ്ട് ഈക്വൽ ആണോ, ആൻഡ് ഇഫ് ദാറ്റ് ഇസ് ഈക്വൽ ദെൻ ദ ഫംഗ്ഷൻ വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ എത്ര നോക്കും, അതും ഈക്വൽ ആണെങ്കിൽ then we can say f is continuous. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം. f of x എന്താണ് തന്നിട്ടുള്ളത്? f of x is equal to x into sin of 1 by x if x is less than 0, x not equal to 0 and 0 if x equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് നേരത്തെ അതേപോലെ തന്നെയാണ്. എക്സ് ഈക്വൽ 0ൽ 0 ആണ്, ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എന്താണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1 by x ആണ്. സോ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ടെൻസ് ടു 0 എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ മറ്റേ എച്ചിന്റെ ടേംസിൽ എഴുതണം. എക്സ് ടെൻസ് ടു 0 മൈനസ് ഞാൻ എച്ച് ടെൻസ് ടു 0 എന്ന് എഴുതും. ആൻഡ് എഫിന് എക്സിന്റെ പകരം നമ്മൾ 0 മൈനസ് എച്ച് എന്ന് കൊടുക്കും അല്ലെ. എക്സിന്റെ പകരം 0 മൈനസ് എച്ച് എന്ന് കൊടുക്കും. സോ ദിസ് വിൽ ബിക്കം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്താണ് എഫ് ഓഫ് മൈനസ് എച്ച്. എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്തായിരുന്നു എഫ് ഓഫ് എക്സ്? എക്സ് സൈൻ 1 by x. അപ്പം എഫ് ഓഫ് മൈനസ് എച്ച് ഓ മൈനസ് എച്ച് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് 1 by h എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എക്സ് എന്നാണ് മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് പുറത്തോട്ട് വരും, സൈൻ ഓഫ് 1 by h എന്ന് വരും. സോ ആ മൈനസും മൈനസും ക്യാൻസൽ ആവും. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 h ഇൻറ്റു സൈൻ ഓഫ് 1 by h എന്ന് വരും. ഇതിൽ 0 ഇട്ടെടുത്താൽ വരിക, ഇത് 0 എന്ന് വരും. h ഇൻറ്റു h 0 എന്ന് വരും. 0 ഇൻറ്റു ഈ സൈൻ 1 by 0 അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ടെൻസ് 0 ഇറ്റ് ഈസ് എ ഓസിലേറ്റിംഗ് വാല്യൂ ബിറ്റ്വീൻ -1 and 1. അപ്പം അതൊരു എന്താണ്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് എക്സ് ടെൻസ് ടു 0 ആയതുകൊണ്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ബിറ്റ്വീൻ -1 and 1 ഒരു വാല്യൂ ആണ്. പക്ഷേ അത് എന്തായാലും എന്താണ്, അത് h 0 ആയതുകൊണ്ട് നമുക്ക് എന്താണ് LHL 0 ആണ് നമുക്ക് ഇതാക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ RHL കണ്ടുവെച്ചു. സോ RHL at x equal to 0 എന്നായിരിക്കും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ടെൻസ് ടു 0 എന്തായിരിക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of h is equal to limit. ഇത് നേരത്തെ അതേപോലെ തന്നെ, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ലിമിറ്റ് h tends to 0 എന്ന് വരും, h ഓഫ് സൈൻ ഓഫ് 1 by h എന്ന് വരും. ഇതെന്താണ് സെയിം എന്നല്ലേ. സോ ദിസ് ഓൾസോ ഇസ് ഈക്വൽ ടു 0. ഇനി എഫ് ഓഫ് 0 എന്താ വരും ഇവിടെ? എഫ് ഓഫ് 0 നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദിസ് ഈസ് 0. സോ ദസ് വി ക്യാൻ സേ എന്താണ്, ദസ് ലിമിറ്റ് x tends to 0 minus f of x equal to limit x tends to 0 plus f of x. So LHL RHL equal ആണ്. So that limit exists and that is also equal to f of 0. Hence നമുക്ക് എന്ത് പറയാൻ പറ്റും? f of x is continuous x equal to 0. So
f of x is continuous at x equal to 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay. So now let's move on to the next question. Show that the function f of x given by f of x is equal to x square sine 1 by x if x less than equal to 0. Sorry, if x not equal to 0 and 0 if x equal to 0 is differentiable at x equal to 0. അപ്പോൾ നേരത്തെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഓർ നോട്ട് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറൻഷ്യബിൾ പറയുമ്പോൾ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ദാറ്റ് ദേ ബോത്ത് ഷുഡ് ബി ഈക്വൽ ടു ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഒരു വാല്യൂ ആണ് ഇതിന്റെ ലൈക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അറ്റ് ദാറ്റ് പോയിന്റ് പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്ന ഫംഗ്ഷൻ എഴുതാം. സോ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ ഓഫ് 1 by x if x not equal to 0 and 0 if x equal to 0. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് at എന്താണ് x tends to 0. അപ്പോൾ ലിമിറ്റ് x tends to 0 മൈനസ് ഡെറിവേറ്റീവ് ഇക്വേഷൻ എന്താണ്? f of x മൈനസ് f of എന്താണ് പോയിന്റ് ഓഫ് f of 0 ഡിവൈഡഡ് ബൈ x മൈനസ് 0 എന്നാണ്. ഓക്കെ, x മൈനസ് 0 എന്നാണ്. സോ ഇത് x tends to 0 ടേംസിൽ എഴുതുകയാണെങ്കിൽ ലിമിറ്റ് x tends to 0 f of 0 minus h minus f of 0 is divided by എന്ത് വരും? 0 minus h minus 0 എന്ന് വരും. So this is equal to limit h tends to 0 f of minus h minus f of 0 divided by എന്ത് വരും ഇവിടെ? minus h എന്ന് വരും. ശരിയല്ലേ? So this will be equal to limit h tends to 0 f of minus h എന്താണ്? f of x എന്ന് പറഞ്ഞാൽ x square into sin 1 by x ആണ്. അപ്പോൾ f of minus h എന്നാൽ minus h square sin of minus 1 by h എന്ന് വരും മൈനസ് f of 0 എന്ന് പറഞ്ഞാൽ 0 ആണ് ഡിവൈഡഡ് ബൈ h മൈനസ് f of 0 പറഞ്ഞാൽ മൈനസ് h. സോ ഇവിടെ മൈനസ് ഉണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു ദ ലിമിറ്റ് h tends to 0 h ഇൻറ്റു ഇവിടെ എന്താ നമ്മൾ സംഭവിക്കുന്നത്? ഇവിടുത്തെ മൈനസ് പോകും, ഇവിടുത്തെ സൈൻ്റെ പുറത്തോട്ട് തളയും. അപ്പോൾ അവിടെ ഒരു മൈനസ് ഉണ്ടാവും. h സ്ക്വയർ സൈൻ ഓഫ് 1 by h ഡിവൈഡഡ് ബൈ എന്താണ്? മൈനസ് h എന്ന് എടുക്കാൻ പറ്റും ഇല്ലേ? സോ ദിസ് ആൻഡ് ദിസ് ക്യാൻ ബി ക്യാൻസൽഡ് ആൻഡ് ദിസ് ഓൾസോ ക്യാൻസൽഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 h into sin of 1 by h. നമ്മൾ ഓൾറെഡി പറഞ്ഞ നേരത്തെ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു 0. കാരണം ഇത് 0 ആണ്, ഇത് പിന്നെ സംതിങ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് വാല്യൂ ബിറ്റ്വീൻ -1 and 1 എന്ന് പറയാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. സോ 0 ഇൻറ്റു എനി നമ്പർ -1 into 1 എനി നമ്പർ ആണ് 0 തന്നെയാണ്, കുഴപ്പമില്ല. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാം. ഇതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. സോ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് x tends to 0 plus f of x minus f of 0 divided by x minus 0. ഇതിന് ഈ ഇക്വേഷൻ മാറ്റില്ല. നമ്മൾ ഈ h tends to 0 എന്നുള്ളത് എത്തുമ്പോൾ എന്താണ്? ഇവിടെ 0 plus h കൊടുക്കും എന്ന് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന് 0 minus h കൊടുക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of 0 plus h minus f of 0 divided by 0 plus h minus 0 എന്ന് വരും. So this is equal to limit h tends to 0 f of h minus f of 0 divided by 0 plus h minus 0 na h n. So this is equal to f of limit h tends to 0 h square sin of 1 by h minus 0 divided by h എന്ന് വരും, which is equal to limit h tends to 0 sin of 1 by h divided by h in the variance. So h and h cut square, h square can be cancelled. So limit h tends to 0
h into sine of 1 by h എന്ന് വരും, which is also equal to 0. So left hand derivative right hand derivative equal to 0 ആണ്. So since LHD, the left hand derivative is equal to right hand derivative, we can say, and then hence f of x is differentiable at x equal to 0 എന്ന് പറയാൻ പറ്റും. f of x is differentiable at x equal to എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, now let's move on to the next question. So next question, differentiate log tan of pi by 4 plus x by 2 എന്നാണ്. So നമുക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് തന്ന ഫംഗ്ഷൻ ലെറ്റ് y is equal to log tan of pi by 4 plus x by 2. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഈ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 നമ്മളൊന്ന് കൊടുക്കുകയാണ്, എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ പുട്ട് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 is equal to v. അപ്പോൾ എന്ത് വരും? tan പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 can be written as tan v. ഓക്കെ, അപ്പോൾ tan എന്താണ് x by 4 plus pi by 4 plus x by 2 tan v എന്ന് എഴുതാൻ പറ്റും. അത് നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ഇനി എന്താ, അപ്പോൾ നമുക്ക് എങ്ങനെ y എങ്ങനെ എഴുതാൻ പറ്റും? therefore y is equal to log, ഇനി നമുക്ക് y is equal to log u എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് പുട്ട്, ഇനി നമ്മൾ tan pi by 4 ഇതിന് നമ്മൾ u എന്ന് കൊടുക്കും. tan pi by 4 plus x ന് y is equal to നമ്മൾ log u എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് u എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? tan v എന്ന് എഴുതാൻ പറയാൻ പറ്റില്ലേ? ഓക്കെ, അപ്പോൾ y is equal to നമ്മൾ log u എന്ന് കൊടുത്തു. അപ്പോൾ v is equal to pi by 4 plus x by 2, u is equal to എന്താണ് tan pi by 4 plus x by 2 നമ്മൾ കൊടുത്തു. ഓക്കെ, and v is equal to നമുക്ക് എന്താണ് pi by 4 plus x by 2. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടിരിക്കുന്നത്? dy by dx ആണ് കണ്ടിരിക്കുന്നത് ബേസിക്കലി. ഓക്കെ, dy by dx ആണ് എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx ആണ് കണ്ടിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു x. ഇത് നമ്മളെ y എന്ന ഫംഗ്ഷൻ നമ്മൾ ഇതാണ്, അതിന്റെ വിത്ത് റെസ്പെക്ട് ടു x ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിനെങ്ങനെ നമുക്ക് ഓരോ ഫംഗ്ഷൻ ഇതാക്കാം. ഇതെന്താണ് കണ്ടിരിക്കുക? അത് എന്തിന്റെ ബേസിലാണ്? യുവിന്റെ ടേംസിലല്ലേ. അപ്പം dy by du is equal to എന്ത് വരും? 1 by u. അതവിടെ നോട്ടെ. ഇനി ഇത് വിന്റെ ടേംസിലാണ്. സോ du by dv is equal to എന്ത് വരും? tan v ന്റെ പറഞ്ഞാൽ 1 divided by tan v ന്റെ പറഞ്ഞാൽ sec square v എന്നാണല്ലേ, sec square v. അതേപോലെ dv by dx എന്നും വരും. ഓക്കെ, dv by dx എന്നും വരും, which is equal to pi by 4 ആണ്, കോൺസ്റ്റന്റ് ആണ്. പിന്നെ x by 2 ന്റെ ചെയ്യുമ്പോൾ നമുക്ക് 1 by 2 എന്നും കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ dy by dx is equal to എന്ത് വരും? dy by du into du by dv into dv by dx. dy by d എന്താണ് നമുക്ക് കണ്ടുപിടിച്ചത്? 1 by u എന്നാണ് പറഞ്ഞു. du by dv sec square b and dv by dx 1 by 2. so this is equal to, ഇനി തിരിച്ച് u ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. u ന്റെ വാല്യൂ എന്തായിരുന്നു? u ന്റെ വാല്യൂ tan v ആണല്ലേ. u ന്റെ വാല്യൂ tan v ആണ്. സോ tan v into sec square v into 1 by 2. അപ്പോൾ എന്ത് വരും? that gives dy by dx എന്നുള്ളത് tan v 1 by tan v പറഞ്ഞാൽ എന്താണ്? cot v. cot v നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? cos v divided by sin v എന്ന് എഴുതാൻ പറ്റും. ആൻഡ് sec square v നെ നമുക്ക് 1 by cos square v എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? 1 by 2. സോ ഇവിടുന്ന് ഒരു കോസും ഇവിടുന്ന് ഒരു കോസും ക്യാൻസൽ ആവും. സോ ദിസ് വുഡ് ബിക്കം 1 divided by, so that would become dy by dx is equal to 1 divided by 2 sin v cos v, so which is equal to the 2 sin x cos x and നമ്മൾ sin 2x എന്ന് പറയും. so this can be written as sin 2v. so 1 by sin 2v എന്ത് വരും? നമുക്ക് എന്താണ്
v substitute ചെയ്യണം. So 1/2 sin 2 pi/2 plus x by 2. So pi/4 plus ആണല്ലേ, pi/4 plus x/2 എന്ന് വരും. So this is equal to ഇങ്ങനെ വരും. So that is equal to 1 divided by അതെന്ത് വരും, sin of 2 pi/2 plus x എന്ന് വരും. ശരിയല്ലേ, pi/2 plus x എന്ന് വരും. sin pi/2 plus x എന്താണ്, cos x ആണ് അല്ലേ. sin pi/2 x cos x ആണ്. pi/2 plus x cos x ആണ്. കാരണം സൈൻ്റെ വാല്യൂ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് cos x എന്ന് എഴുതാം. So therefore we can write, I mean second quadrant പോസിറ്റീവ് ആയതുകൊണ്ട് sin 90 plus theta എന്നാണ്. sin 90 plus x പറയുമ്പോൾ second quadrant sin പോസിറ്റീവ് ആയതുകൊണ്ട് cos x എന്ന് വരും. So therefore we can write dy by dx is equal to എന്താണ്, sec x എന്ന് വരും, അല്ലെങ്കിൽ sec x എന്ന് വരും. Okay, so that will be the answer. അപ്പോൾ എന്താണ്, നമുക്ക് കിട്ടിയ ഫംഗ്ഷനും ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടില്ല, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നല്ലോണം കിട്ടി. അപ്പം എന്താണ്, അത് ഈ ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ സിംപ്ലിഫൈ ചെയ്യാം, നമ്മൾ അതിനകത്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് ആൻസർ എഴുതണം. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. Now let's move on to the next question. If y is equal to square root of 1 minus x divided by 1 plus x, prove that 1 minus x square into dy by dx plus y is equal to 0 എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ നേരത്തെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൂഫ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, നമ്മൾ എന്താണ് കഴിഞ്ഞത്രയും ഇവിടെ ഓക്കെ dy by dx മതി. അപ്പം ഇവിടെ കുറച്ചുകൂടി നമുക്ക് dy by dx കണ്ടുപിടിച്ചിട്ട് പിന്നെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് ഈ ഒരു കിട്ടുന്നതാണ്. d square y by dx square അല്ലെങ്കിൽ ഡബിൾ ഡെറിവേറ്റീവ് ഉള്ള സമയത്ത് എല്ലാതും കണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ dy by dx ഒന്നുകൂടി വൃത്തിയാക്കി എന്നിട്ട് d square y by dx അല്ലെങ്കിൽ അതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടാൽ നമുക്ക് ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തീരുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ്, y is equal to square root of 1 minus x into 1 plus x എന്നാണ്. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടത്, dy by dx ആണ്. ഡിഫറൻഷിയേറ്റ് with respect to x. അപ്പോൾ എന്തായാലും dy by dx is equal to എന്താണ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇതിന്റെ റൂട്ട് പറയുമ്പോൾ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ താഴെ ആവുമ്പോൾ അതിനെ നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 plus x divided by 1 minus x. ഇനി എന്താണ്, ഇതിന്റെ ഉള്ളിലെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ നമുക്ക് എഴുതാൻ പറ്റും dy by dx is equal to 1 by x into 1 minus x divided by 1 plus x. ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്, ഇവിടെ കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യണം അല്ലേ. കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യണം എന്നുള്ളത് മറന്നു പോകരുത്. കാരണം ഈ പ്രോഡക്റ്റ് റൂൾ നമ്മളെ കഴിഞ്ഞത്രയും നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ കോഷ്യന്റ് റൂൾ ചില ആൾക്കാർ എന്താ ചെയ്യുക, ഇവിടെയും ഡെറിവേറ്റീവ് എടുക്കും അവിടെയും ഡെറിവേറ്റീവ് എടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് റൂൾ ഇങ്ങനെ ഒരു ഡിവിഷൻ വരുന്ന സമയത്ത് കോഷ്യന്റ് റൂൾ എടുക്കാതെക്കാൻ മറക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/2 ഇൻറ്റു ഇത് ഇങ്ങനെ തന്നെ എഴുതാം അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് 1 plus x divided by 1 minus x ഇൻറ്റു എങ്ങനെയായിരുന്നു കോഷ്യന്റ് റൂള്, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, -1 എന്നായിരിക്കും. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളത് 1 ആയിരിക്കും അല്ലെ. കാരണം -1 എങ്ങനെ വരിക, 0 minus 1 വരുന്നു, -1 ഇനി 1 plus 0 plus 1 എന്ന് വരും, 1 എന്ന് വരും ഡെറിവേറ്റീവ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus x the whole square എന്ന് വരും. So this is equal to dy by dx എന്നുള്ളത് 1/2 into square root of 1 plus x divided by 1 minus x into ഇവിടെ എന്താ സംഭവിക്കാതെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ -1 minus x എന്ന് വരും, ഇവിടെയോ -1 plus x എന്ന് വരും. സോ ദിസ് 1 plus x square ഇവിടെ 1 plus x the whole square എന്നാണ്. സോ ഈ -x ഉം plus x ഉം ക്യാൻസൽ ആകാം. So dy by dx is equal to 1/2 into square root of 1 plus x divided by square root of 1 minus x into -2 divided by 1 plus x square എന്ന് വരും. സോ ഈ 2 ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്
dy by dx into 1 minus x square ഉണ്ട്. പക്ഷെ ഇവിടെ 1 minus x square ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് രണ്ട് സ്ഥലത്തും 1 minus x square മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 minus x square into dy by dx is equal to എന്ത് വരും? മൈനസ് root of 1 plus x into root of 1 minus x. ഇതിന് എഴുതിയ കൺഫ്യൂഷൻ ഇല്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല, അങ്ങനെ എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇൻറ്റു അത് വരും 1 minus x square into 1 plus x the whole square ആണ്. 1 plus x the whole square. 1 plus x the whole square. ഇനി അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് തന്നെയാണ് 1 minus x square dy by dx തന്നെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡോ ഇതിങ്ങനെ തന്നെയാണ് 1 plus x divided by 1 minus x. ഇനി 1 minus x square എന്ന 1 square minus x square which is in the form of a square minus b square. a square minus b square എന്താ? a minus a plus b into a minus b. So 1 plus x into 1 minus x എന്ന് കൊടുക്കാൻ പറ്റും. So that is equal to 1 plus x the whole square. So ഇതും ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടുന്ന് ഒരു 1 minus x ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇവിടുത്തെ 1 minus x ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് ക്ലിയർ ആക്കി എഴുതാം. That gives 1 minus x square dy by dx is equal to നമുക്ക് കിട്ടുക മൈനസ് എന്ത് വരും? ഇതും ഇവിടുന്ന് ഒരു 1 plus x ഉം ക്യാൻസൽ ആവും. അതേപോലെ ഇവിടുന്ന് ഒരു 1 minus x ഉം ഈ റൂട്ട് 1 minus x ഉം ക്യാൻസൽ ആവും. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് us എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്താ ബാക്കി ഉണ്ടാവുക? ഇവിടെ റൂട്ട് 1 minus x ബാക്കി ഉണ്ടാവും. സോ റൂട്ട് ഓഫ് 1 minus x ബാക്കി ഉണ്ടാവും. ആൻഡ് താഴെ റൂട്ട് ഓഫ് 1 plus x ഉം ബാക്കി ഉണ്ടാവും. ഈ റൂട്ട് ഓഫ് 1 plus x into 1 minus x അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 minus x divided by 1 plus x. ഇതെന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ മൈനസ് y അല്ലടാ. therefore we can say എന്താണ്? 1 minus x square dy by dx plus y is equal to 0 എന്ന് എഴുതിക്കൂടെ? ആ y ഇങ്ങോട്ട് വന്നാൽ 0 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കുക. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് dy by dx ഇപ്പൊ 1 minus x square മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് ബോത്ത് സൈഡ്സിൽ മൾട്ടിപ്ലൈയിങ് ബൈ dy by dx 1 minus x square. സോ ആ കാര്യം ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, so now let's move on to the next question. If cos x to the power y is equal to sin y to the power x, find dy by dx ആണ്. ഇതെന്താണ്? നമുക്ക് ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. So we have, let's say we have cos x to the power y is equal to sin y to the power x എന്നുള്ളത്. ഇനി taking natural log on both sides, എന്തായിരിക്കും വരിക? ഇത് നമുക്കറിയാം. ഞാൻ ആ പ്രോപ്പർട്ടി വീണ്ടും എഴുതുന്നില്ല. y ഇൻറ്റു ലോഗ് ഓഫ് കോസ് എക്സ് എന്ന് വരും. കാരണം നമുക്കറിയാം ln, ഞാൻ ആ പ്രോപ്പർട്ടി മാത്രം എഴുതാം. ദാറ്റ് ഈസ് ln a ഓഫ് b എന്നുള്ളത് എന്താണ്? b ഇൻറ്റു ln ഓഫ് a എന്നാണ്. ആ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ വൈ. ഇനി എന്താ? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വേണ്ടത്. കാരണം നമുക്ക് dy by dx അല്ല വേണ്ടത്, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ആകുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ കിട്ടേണ്ടത് ഇതിപ്പോ രണ്ട് ഫംഗ്ഷൻ ആണ് കേട്ടോ, രണ്ട് സ്ഥലത്തും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. സോ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം എന്നുള്ളത് മറക്കരുത്. സോ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by cos x അല്ലേ? ഈ കോസ് എക്സിന്റെ ഡെറിവേറ്റീവോ മൈനസ് സൈൻ എക്സ്. ഓക്കെ, പ്ലസ് പിന്നെന്താണ് വൈന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ dy by dx ഇൻറ്റു ലോഗ് കോസ് എക്സ് എന്ന് വരും.
അതൊക്കെ. ഇനി മറ്റേ സൈഡ് എക്സിന്റെ എക്സ് ഇൻറ്റു സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് 1/sin y ഇൻറ്റു എന്ത് വരും, സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് cos y പ്ലസ് cos y പിന്നെ dy/dx എന്ന് വരും. പ്ലസ് എന്താ വരിക, ബാക്കി എന്താ വരിക, പ്ലസ് log sin y ഇൻറ്റു dx/dx. സോ അവിടെ ബാക്കി എന്താ, log sin y എന്ന് എഴുതും. ക്ലിയർ അല്ലേ? ഓക്കെ, അവിടെ പ്ലസ് log sin y. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ് 1/sin y ഇൻറ്റു cos y dy/dx. പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് d/dx ഓഫ് x വിച്ച് ഈസ് 1. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ അത് വരിക. ഓക്കെ, അപ്പോൾ x ഡിവൈഡഡ് ബൈ 1/sin y, x ഡിവൈഡഡ് ബൈ 1/sin y പ്ലസ് log sin y. ഓക്കെ, പ്ലസ് log sin y. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു dy/, നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെ ഡിഫറൻസ് ഇതാക്കാൻ പറ്റുന്നില്ലേ. sin x ബൈ cos x നമുക്ക് എന്ത് വരും, tan x എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ നമുക്ക് എഴുതാൻ പറ്റും y ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് tan x പ്ലസ് എന്താണ് ഇവിടെ dy/dx ഇൻറ്റു log cos x ഉണ്ട്, dy/dx ഇൻറ്റു log cos x. അതിന് മാറ്റമൊന്നുമില്ല. ഇസ് ഈക്വൽ ടു എന്ത് വരും, x ഇൻറ്റു cos y ബൈ sin y നമുക്ക് cot y എന്ന് എഴുതാൻ പറ്റും. സോ x ഇൻറ്റു cot y എന്ന് എഴുതാൻ പറ്റും, x ഇൻറ്റു cot y എന്ന് എഴുതാൻ പറ്റും. പ്ലസ് എന്താണ്, അത് log ഓഫ് sin y തന്നെ, log ഓഫ് sin y തന്നെ. x ഇൻറ്റു cot y പ്ലസ് dy/dx എന്നുണ്ടാവും അല്ലേ. x ഇൻറ്റു cot y പ്ലസ് dy/dx എന്നുണ്ടാവും. ഇനി dy/dx എന്നുള്ളതിനെ ഒരു ടേം ആയിട്ടും എടുക്കുക, മറ്റേ ടേം ആയിട്ട് എടുക്കാം. സോ ഇതിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, ആൻഡ് ഇതിനെ നമുക്ക് എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം എന്താണ് dy/dx ഓഫ് log cos x മൈനസ് x ഇൻറ്റു cot y is equal to log sin y മൈനസ് y tan x എന്ന് വരും. സോറി, പ്ലസ് y tan x എന്ന് വരും. കാരണം ഇത് മൈനസ് y tan x ആയിരുന്നു, അത് അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് y tan x എന്ന് വരും. സോ therefore we can write എന്താണ് dy/dx എന്ന് വരും, dy divided by dx is equal to എന്ത് വരും, log sin y പ്ലസ് y into tan x whole divided by log cos x minus x cot y എന്നുള്ളതാണ് ആൻസർ കിട്ടുക. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x is equal to a sec cube theta and y is equal to ആണ് ഇവിടെ y is equal to a sin theta, so a tan cube theta, then find dy/dx is equal to at x equal to pi/3 എന്നാണ്. ഓക്കെ, so we have x is equal to a sec cube theta and y is equal to a tan cube theta എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താണ് dx/d theta കണ്ടുപിടിക്കുക. dx/d theta എന്ത് വരും, sec cube theta ഡെറിവേറ്റീവ് ആണ് 2 sec square theta. സോ 3 sec square theta. സോ 3a sec square theta, പിന്നെ sec theta ഡെറിവേറ്റീവ് പറഞ്ഞാൽ tan theta sec theta. അതേപോലെ dy/d theta കാണുമ്പോഴോ ഇവിടെയും 3a tan square theta എന്ന് വരും. സോ ഇത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം, ദാറ്റ് ഈസ് 3a sec cube theta into tan theta എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്താണ് 3a, അതാണ് അങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെയോ dy/d theta 3a tan square theta into tan cube tan theta എന്തോ tan theta എന്ന് പറഞ്ഞാൽ എന്താണ് sec square theta എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, therefore dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്
dy by d theta, that is 3a tan square theta into sec square theta whole divided by dx by d theta, which is 3a sec cube theta into tan theta എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ടാൻ സ്ക്വയറിൻ്റെ ഒരു തീറ്റയും ഇവിടുത്തെ ടാൻ തീറ്റയും പോകും, ഇവിടുത്തെ സെക്സ് സ്ക്വയർ തീറ്റയും ഇവിടുത്തെ സെക്സ് ക്യൂബ് തീറ്റയും പോകും, ഇവിടെ 3a. അപ്പോൾ നമുക്ക് എന്താ ബാക്കി കിട്ടുക? ടാൻ തീറ്റ ബൈ സെക് തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? സോ therefore that gives dy by dx is equal to tan theta by sec theta, which is equal to നമുക്ക് tan എന്താണ്? sin by cos ആണല്ലേ? sin by cos and sec theta can be written as cos theta. അപ്പോൾ കോസും ക്യാൻസൽ ആവും, which is equal to sin theta. അപ്പോൾ sin theta ആണ് dy by dxന്റെ വാല്യൂ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? dy by dx at theta is equal to pi by 3 എന്നാണ്. Therefore dy by dx at theta is equal to pi by 3 എന്ന് പറയുന്നത് എന്ത് വരും? sin of pi by 3 എന്ന് വരും, which is equal to sin pi by 3 ആണ് sin 60 എത്രയാണ്? √3/2 എന്നാണ് ആൻസർ. √3 divided by 2 എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ല സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ വാല്യൂ കിട്ടില്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, EY into x plus 1 equal to 1, show that d square y by dx square is equal to dy by dx the whole square എന്നാണ്. സോ നമുക്ക് dy by dx ഉം d square by dx ഉം കണ്ടാൽ മനസ്സിലാവും. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്താണ്? നമുക്ക് തന്ന ഫംഗ്ഷൻ വി ഹാവ് EY into x plus 1 is equal to 1. ഇതിന് ഞാൻ എഴുതുന്നത് EY is equal to 1 by 1 plus x എന്നായിട്ടാണ്. ഇനി എന്താ? ഞാൻ ടേക്കിംഗ് ലോ ആ എക്സ്പോണൻഷ്യൽ കാണാൻ വേണ്ടിയാണ് ഞാൻ ലോഗിൻ ചെയ്യുന്നത്. സോ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. Log on both sides, that gives log e to the power y is equal to log of 1 by 1 plus x എന്ന് വരും. So that will give us y log e to the power x ആണ്. log ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്താണ്? ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. സോ ദേ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ log of e to the power y ആവും. അതേപോലെ എന്താണ്? e to the power log y ഉം y ആണ്. ഓക്കെ, y is equal to എന്ത് വരും? ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതൂലേ? മൈനസ് ഇതിനെ നമുക്ക് log 1 plus x to the power raised to -1 എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്കറിയാം പ്രോപ്പർട്ടി എന്താണ്? log a to the power n is equal to n into log a to the power a ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പൊ ഈ -1 ഇങ്ങോട്ട് പോയി. ഓക്കെ, ഈ -1 അങ്ങോട്ട് പോയി. അപ്പം y is equal to minus log 1 plus 6 എന്നാണ്. ഇനി dy by dx കണ്ടുപിടിച്ചാലോ? സോ ദാറ്റ് ഗിവ്സ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ dy by dx എന്നുള്ളത് എന്ത് വരും? ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by x ആണ്. അപ്പൊ log x plus 1 ഡെറിവേറ്റീവോ? ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ടാവും, മൈനസ് എക്സ് പ്ലസ് 1 എന്ന് വരും. ആൻഡ് dy by dx സ്ക്വയറിൻ്റെതോ dy by dx സ്ക്വയറിന്റെ d square y by dx സ്ക്വയറിൻ്റെത് ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക പറഞ്ഞാൽ -1 by x plus 1 the whole square എന്ന് വരും അല്ലേ? കാരണം ഇതിന്റെ x plus 1 the raised to 1 ആണ്. സോ -1 into -1, ഈ മൈനസ് ഓൾറെഡി ഉണ്ടാവും, പിന്നെ -1 into, കാരണം ഇവിടെ വന്നത് എന്താണ്? x to the power -1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? is equal to -1 into x to the power 1 -1 which is equal to -1 divided by x to the power -2 ആണ്. സോ സ്ക്വയർ, അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, സോ dy by dx സ്ക്വയർ അത് വരും -1 by x plus 1 the whole square. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്താ therefore we can write എന്താണ്? therefore d square y by dy by dx square dx the whole square എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? it is equal to -1 by x plus 1 the whole square which can be written as 1 divided by എന്താ വരിക?
എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ? ശരിയല്ലേ? സോ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഡി ഹോൾ സ്ക്വയർ. നമുക്കത് ചെയ്തിട്ട് കിട്ടി. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ആണ്, ചാപ്റ്റർ നമ്പർ 5 അല്ലെ? 5. സോ അതിൽ നമ്മൾ ഏകദേശം ഒരു 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിലാണ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഏകദേശം 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന എന്താണ്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വരുന്നു, അതേപോലെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ വരാം. പിന്നെന്താണ് ഡിഫറൻസിയേഷനിൽ എന്താണ്? നമുക്ക് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, അതേപോലെ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, പിന്നെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ഈ ഒരു മൂന്നും നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 ഫംഗ്ഷൻസ് മനസ്സിലാക്കുക, പ്രൊഡക്റ്റ് റൂൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡിവിഷൻ വരുന്ന സമയത്ത് അവിടെ കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യണം എന്നുള്ളത് മറക്കാതെ പോവുക. ഓക്കെ, അത് മറന്നാൽ എന്താണ്? ആ ഒരു ആൻസർ മൊത്തം മാറും, എന്താണ് അത് തെറ്റാവാൻ സാധിക്കും. സോ പ്രൊഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും ഒക്കെ യൂസ് ചെയ്യുന്നത് കറക്റ്റ് നോക്കിങ്ങാണ് യൂസ് ചെയ്യുക. ആൻഡ് പ്രൊഡക്റ്റ് റൂൾ എന്താണ്? കോഷ്യന്റ് റൂൾ കറക്റ്റ് പഠിച്ചു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പ്രൊഡക്റ്റ് റൂൾ ഒക്കെയാണ്, കാരണം പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ല. പക്ഷേ കോഷ്യന്റ് റൂൾ എന്താണ്? പ്രോപ്പറായി പഠിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലെങ്കിൽ എന്താ ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ എന്നാണ് തിരിച്ചെഴുതിയാൽ എന്താണ്? അതിന്റെ വാല്യൂ മാറും. ഓക്കെ, അങ്ങനെയാണ്. അതേപോലെ നോക്കി മീൻസ് ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ ഇന്ന് നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി വേറൊരു വീഡിയോ വരുന്നത് വരെ, this is me, Fahim Ahmad, signing off from Franklin's Lectures. Thank you.